ശേഷം ആദിത്യനെ നോക്കി എന്നാ ശരി എന്ന മട്ടിൽ അവൾ തലയാട്ടി. ആദിത്യൻ ചിരിച്ചുകൊണ്ട് തല കുലുക്കി. അവൻ കാറെടുത്ത് പോകുന്നതിന് മുമ്പ് അവൾ ഗേറ്റ് തുറന്ന് അകത്ത് കയറി. തിരിച്ചെത്തിയത് മുതൽ, അന്ന് അവൻ കാറിലിരുന്ന് ഹോണടിച്ചത് മുതൽ തിരികെ കൊണ്ടാക്കിയത് വരെ ക്രമത്തിൽ ആവർത്തിച്ച് ഓർത്തുകൊണ്ടേയിരുന്നു. ചിലയിടങ്ങളിൽ പകരം ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ പറയാമായിരുന്നു എന്നുവരെ അവൾ മനക്കോട്ട കിട്ടി. ഉള്ളിലൊരു തരം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരമായിരുന്നു അവൾക്ക്. സന്തോഷത്തിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ അവളെത്തി. ഒടുവിൽ അഖിലയെ വിളിച്ചു. ദക്ഷയുടെ രോഗവിവരങ്ങൾ കേട്ട ഉടൻ ഡോക്ടർ അഖില അസുഖം വ്യക്തമാക്കി. ഇത് പ്രേമമാടി പോടി, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അരമണിക്കൂർ നേരത്തെ ഓസ്കാർ ലെവൽ അഭിനയത്തിന് ശേഷം ദക്ഷ കോൾ കട്ട് ചെയ്തു. പിന്നെയും ഓർത്തെടുക്കൽ തന്നെ. ഇന്ന് ഞായറാഴ്ചയാണ്. അവൾ ഇന്നലെ എടുത്ത പുസ്തകം വായിക്കാൻ തീരുമാനിച്ചു. പക്ഷെ പുസ്തകം എടുത്തപ്പോൾ ഓർമ്മ വന്നത് അവളുടെ കൈക്കുമേൽ പതിച്ച അവന്റെ നീളവും മൃദുലവുമായ കൈയാണ്. അവൾ ഒന്ന് ഊറിച്ചിരിച്ചു. ചുണ്ടുകളെ കടിച്ചു ഞെരിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ വായിക്കാൻ ഒരുങ്ങിയപ്പോൾ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ. ഇൻസ്റ്റയിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ്, അതും കിങ് ഓഫ് എറ്റേണൽ ഡാർക്ക്നെസ് ആൻഡ് ലവ് എന്ന ഒരു അക്കൗണ്ട്. അവൾ ആ അക്കൗണ്ട് ഓപ്പൺ ആക്കി നോക്കി. പ്രൈവറ്റ് അക്കൗണ്ടാണ്. വളരെ കുറച്ച് പോസ്റ്റും ഫോളോവേഴ്സും ഫോളോവിങ്ങും ഉള്ള ഒരു അക്കൗണ്ട്. ഇതാരാണെന്ന് ആശങ്കയിലായി ദക്ഷ. അപ്പോൾ അതാ ആ അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ് റിക്വസ്റ്റ്. ഓപ്പൺ ആക്കി നോക്കിയിട്ട് പ്രശ്നക്കാരനാണെങ്കിൽ ബ്ലോക്ക് ചെയ്യാമെന്ന് ഉറപ്പിച്ച് ദക്ഷ ആ മെസ്സേജ് ഓപ്പൺ ചെയ്തു. ഇത് ഞാനാണോ? ആദിത്യൻ. ദക്ഷയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവൾക്കത് വിശ്വസിക്കാനായില്ല. ആ മെസ്സേജ് തന്നെ അവൾ വീണ്ടും വീണ്ടും വായിച്ചു. എന്നിട്ട് ബാക്ക് അടിച്ച് ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് തിരിച്ചും ഒരു റിക്വസ്റ്റ് വിട്ടു. ഞൊടിയിടയിൽ അപ്പുറത്തു നിന്നും അപ്പുറവും വന്നു. എന്താ പരിപാടി? ഞാൻ ആ പുസ്തകം വായിക്കാൻ തുടങ്ങുമായിരുന്നു. ആണോ? എന്നാ വായിച്ചോ? ബൈ. ഇല്ല, ഞാൻ തുടങ്ങിയില്ല. അപ്പൊ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാം എന്നല്ലേ? അതിനങ്ങനെ ഒരു അർത്ഥമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോയേക്കാം. പോകണമെങ്കിൽ പോകാം. എന്താ മാഷിന്റെ ഉദ്ദേശം? നിങ്ങളെയൊക്കെ പഠിപ്പിക്കുക. അപ്പൊ എല്ലാവർക്കും മെസ്സേജ് അയച്ചോ? ഇല്ല, നിനക്ക് മാത്രം. അതെന്താ എനിക്ക് മാത്രം? സ്പെഷ്യൽ ക്ലാസ് ഫോർ സ്പെഷ്യൽ വൺ. സ്പെഷ്യൽ? ജസ്റ്റ് കിഡിങ്. ഹാപ്പി റീഡിങ്. ബൈ. ബൈ. അതവൻ സീൻ ചെയ്തെങ്കിലും മറുപടി ഒന്നും വന്നില്ല. അവൾ തന്നെ മുന്നോട്ട് പോകേണ്ടിയിരുന്ന ഒരു ചാറ്റ് നശിപ്പിച്ചു എന്ന് അവൾക്ക് തോന്നി. എങ്കിലും അവൾ ആദ്യം മുതൽ ആ ചാറ്റ് വായിച്ചുകൊണ്ടേയിരുന്നു. എന്തോ ഒന്ന് രണ്ടാൾക്കും പരസ്പരം ഇല്ലേ എന്ന് അവൾക്ക് തോന്നി തുടങ്ങി. പക്ഷെ ചുമ്മാ ഒരു നേരം പോക്കിന് അവൾ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് വെറുതെ പ്രതീക്ഷ വെക്കണമെന്ന് കരുതി അവൾ പുസ്തകം വായിക്കാൻ തുടങ്ങി. ഇന്ന് ദക്ഷ ഫസ്റ്റ് പീരീഡിനായി അക്ഷയമയുടെ കാത്തിരിക്കുകയാണ്. ബെല്ലടിച്ചതിനു ശേഷം അവൾ ആ ലെതർ ഷൂസുകളുടെ ശബ്ദം കേട്ടു. അവൾ ഉള്ളിൽ ചിരിച്ചു. എന്നിട്ട് ഗൗരവത്തോടു കൂടി എഴുന്നേറ്റ് നിന്ന് മറ്റു കുട്ടികളോടൊപ്പം ആദിത്യനെ അഭിവാദ്യം ചെയ്തു. എന്നാൽ ആദിത്യൻ എന്ന് ദക്ഷ ഒരു തവണ പോലും നോക്കിയില്ല. അവളുടെ മുഖം വാടി. അവൾ കൂടെ കൂടെ അവനെ നോക്കി. എന്നാൽ ആദിത്യൻ ആ വശത്തോട്ടേ നോക്കിയില്ല. ക്ലാസ്സിലെ മറ്റു പെൺകുട്ടികളോട് ആദിത്യൻ ചിരിച്ച് സംസാരിക്കുന്നത് കണ്ട് അവളുടെ ഉള്ളു പിടഞ്ഞു. കരച്ചിലിന്റെ വക്ക് വരെ എത്തിയിട്ടും അവൾ പിടിച്ചു നിന്നു. അവന്റെ അവഗണന അവൾക്ക് സഹിക്കാനായില്ല. അവൾ പിന്നീട് ആദിത്യനെ നോക്കിയതേയില്ല. പിരീഡ് കഴിയുന്നതുവരെ അവൾ തല താഴ്ത്തിയിരുന്നു. ബെല്ലടിച്ചപ്പോൾ ആദിത്യൻ ക്ലാസ്സിൽ നിന്നിറങ്ങി. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഇല്ല, ഇന്ന് ആദിത്യൻ അവളെ തിരിഞ്ഞു നോക്കാതെയാണ് പോയത്. പുള്ളി നിന്നെ മൈൻഡാക്കിയല്ലോ. എന്തു പറ്റി? ആ, എനിക്കെങ്ങനെ അറിയാം? എന്തേലും പ്രശ്നമുണ്ടോടി? അങ്ങനെ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ കുറച്ച് കോൾഡായിട്ടാണ് റിപ്ലൈ കൊടുത്തേ. നീ നമ്പറൊക്കെ കൊടുത്തോ? അല്ല, ഇൻസ്റ്റ അങ്ങനെ ഇങ്ങോട്ട് റിക്വസ്റ്റ് വിട്ടതാ. അത് ശരി, നീ പുള്ളീനെ വല്ല ചീത്തയും വിളിച്ചോ? ഇല്ലടി, സാരില്ല, നീ വൈകിട്ട് ഒരു മെസ്സേജ് അയക്കേ. ദക്ഷ ഒന്ന് മൂളി. രണ്ടാമത്തെ പീരീഡ് അവൾക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ആദിത്യന്റെ അവഗണനയ്ക്ക് പിന്നിലെ കാരണം എന്തെന്ന ആലോചനയിലായിരുന്നു അവൾ. അന്ന് ഇന്റർവെല്ലിനും ഉച്ചയ്ക്കും ദക്ഷ ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി സ്റ്റാഫ് റൂമിൽ പോയിട്ടും ആദിത്യൻ അവളെ കണ്ട ഭാവം പോലും നടിച്ചില്ല. ഇത്തവണ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൾ നിറമൊഴികളോടെ സ്റ്റാഫ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അഖിലയോട് തലവേദനയാണെന്ന് പറഞ്ഞ് അവൾ കോളേജിൽ നിന്ന് നേരത്തെ പോയി. വൈകുന്നേരം അഖില ഒറ്റയ്ക്ക് നടക്കുന്നത് കണ്ട് ആദിത്യൻ അവളുടെ അടുത്ത് കാർ നിർത്തി. ഇതെന്താ ഒറ്റയ്ക്ക്? അവിടെ നിന്ന് നേരത്തെ പോയി. അതെന്താ? തലവേദന. ഓ, എന്നാ ശരി. ആദിത്യൻ ഒരല്പം നിരാശയോടെ കാർ ഓടിച്ചുപോയി. ദക്ഷ ആദിത്യന്റെ ചാറ്റെടുത്ത് ഒരേ ഇരിപ്പാണ്. അപ്പുറത്ത് ടൈപ്പിംഗ് എന്ന് കണ്ടിരുന്നുവെങ്കിലെന്ന് അവൾ ആശിച്ചു. പക്ഷെ നിരാശയായിരുന്നു ഫലം. രാത്രി ഏറെ വൈകിട്ടും ആദിത്യൻ മെസ്സേജ് ചെയ്തില്ല. അവളുടെ കണ്ണുകൾ ഇപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട്.
ഇത്ര ചൈൽഡിഷായ ആദിത്യന്റെ കാര്യം ഹാൻഡിൽ ചെയ്യുന്നതിൽ അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. ഒന്നുറങ്ങാൻ ഫോണിൽ പാട്ട് പ്ലേ ചെയ്തപ്പോൾ വന്നത് മുഴുവൻ ശോകഗാനവും. അത് അവളുടെ വിഷമത്തിന്റെയും കരച്ചിലിന്റെയും ആക്കം കൂട്ടി. കരഞ്ഞു തളർന്ന വെളുപ്പിന് എപ്പോഴും അവൾ ഉറങ്ങി. രാവിലെ അവൾ തുമ്മലോടെയാണ് എണീറ്റത്. 1, 2, 5, 6 എന്നിങ്ങനെ വേസ്റ്റ് ബിന്നിൽ ടിഷ്യൂ പേപ്പറുകളുടെ എണ്ണം കൂടി. അഖിലയെ വിളിച്ചിന്ന് കോളേജിലേക്കില്ല എന്ന് അവൾ അറിയിച്ചു. ക്ലാസ്സിൽ കയറുന്നതിനു മുമ്പ് തന്നെ ജനാലയിലൂടെ ദക്ഷ ക്ലാസ്സിലില്ലെന്ന് ആദിത്യൻ മനസ്സിലാക്കി. ക്ലാസ്സിൽ കയറിയ പാടെ കുട്ടികളുടെ ഗുഡ് മോർണിംഗിനെ അവഗണിച്ചുകൊണ്ട് അഖിലയുടെ ദക്ഷ എവിടെയെന്ന് തിരക്കി. അവൾ ഇന്ന് വരില്ലെന്നും അവൾക്ക് ജലദോഷമാണെന്നും അഖിൽ അറിയിച്ചു. പുതിയ ചാപ്റ്റർ 2-3 കുട്ടികളെ കൊണ്ട് മാറി മാറി വായിപ്പിച്ച് പിരീഡ് തീർത്തു. തിരിച്ച് സ്റ്റാഫ് റൂമിൽ എത്തിയോടെ അവൻ ഫോണെടുത്ത് ഇൻസ്റ്റാ തുറന്ന് ദക്ഷയുടെ ചാറ്റ് എടുത്തു. മെഡിസിൻ ഉണ്ടോ? എന്നാൽ അപ്പുറത്തു നിന്ന് ആളനക്കം ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മെസ്സേജ് ഒന്നും സീൻ പോലും ചെയ്തില്ല. ദക്ഷയാണെങ്കിലോ ആ വന്ന മെസ്സേജ് നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്നും നീക്കം ചെയ്യാതെ അത് തന്നെ നോക്കിയിരിപ്പാണ്. എങ്കിലും അതൊന്ന് തുറക്കാനോ റിപ്ലൈ കൊടുക്കാനോ അവൾ മുതിർന്നില്ല. രാത്രി ഏറെ വൈകിയിട്ടും മുട്ടയിടാനുള്ള കോഴി കണക്കെ ആദിത്യൻ ഫോണും കയ്യിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ്. ആദിത്യൻ ശരവേഗത്തിൽ ക്ലാസ്സിലേക്ക് നടന്നു. ജനാലയിലൂടെ ദക്ഷ ക്ലാസ്സിലുണ്ടെന്ന് ഉറപ്പുവരുത്തി. വാതിൽപ്പടി കടന്നോടെ അവൻ അവളുടെ മുഖത്ത് നോക്കി. പക്ഷെ അവൾ തല താഴ്ത്തി നിന്നു. ആദിത്യന്റെ പുഞ്ചിരി മാഞ്ഞു. അവൻ തല താഴ്ത്തി ടേബിളിന്റെ അടുത്തേക്ക് നടന്നു. ടെക്സ്റ്റ് ബുക്ക് മേശയിൽ വെച്ചു. നമ്മുടെ 1ാം യൂണിറ്റ് തീർന്നു. നിങ്ങൾക്ക് വേണ്ട നോട്ട്സും ഞാൻ തന്നിട്ടുണ്ട്. എഴുതിയെടുക്കാത്തവരും ആബ്സെന്റ് ആയവരും ഒക്കെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നോട്ട്സ് മേടിച്ച് കംപ്ലീറ്റ് ആക്കേണ്ടതാണ്. അത് നിന്നെ ഉദ്ദേശിച്ച? ദക്ഷ ഒന്നും മിണ്ടിയില്ല. ഇനി അഡീഷണലായി നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സാറ് സിംഗിളാണോ? ഒരു പെൺകുട്ടി ഉച്ചത്തിൽ ചോദിച്ചു. ഒരാളൊഴികെ ക്ലാസ് ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചു. അത് ഏത് ചാപ്റ്ററിലെ ഡൗട്ടാണ്? ആദിത്യൻ ഗൗരവത്തോടെ ചോദിച്ചു. ക്ലാസ് നിശബ്ദമായി. ഇപ്പോൾ മുമ്പ് ചിരിക്കാതിരുന്ന ആൾക്ക് ഒരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. അതിന് സാറിന്റെ കല്യാണം കഴിയുന്നതാണ് മൊയ്ന്തുകളെ. ഒരു പയ്യൻ ബാക്കിലെ ബെഞ്ചിലിരുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മിക്ക പെൺകുട്ടികളും ഒന്നടങ്കം ഹേ എന്ന് ആശ്ചര്യം പ്രകടിപ്പിച്ചു. ആദിത്യൻ ഞെട്ടലോടെ ദക്ഷയെ നോക്കി. അവളും ഞെട്ടിയിരിക്കുവാണ്. സാറിന്റെ കല്യാണം കഴിഞ്ഞാണ്? എന്താ സാർ വൈഫിന്റെ പേര്? വൈഫിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ? എണീറ്റ് നിക്കടി, ഓടിപൊട്ടി. ആദിത്യൻ വേർക്കുവാൻ തുടങ്ങി. അഖിലാണെങ്കിൽ ആദിത്യനെ നോക്കി ചിരിച്ചുകൊണ്ടേയിരിക്കുവാണ്. ദക്ഷയാണെങ്കിൽ അവൾ ഇതൊന്നും കേൾക്കുന്നേയില്ല എന്ന മട്ടിൽ പുസ്തകം വായിക്കുകയാണ്. നിന്നോടാരാ പറഞ്ഞേ എന്റെ കല്യാണം കഴിഞ്ഞെന്ന്? സാർ ഇപ്പൊ നിൽക്കുന്ന വീടിന്റെ ഓണർ എന്റെ ഇളയപ്പയാണ്. മൂപ്പര് പറഞ്ഞു സാറും ഭാര്യയാണ് അവിടെ താമസം. കുട്ടികൾ ആർപ്പ് വിളിക്കാൻ തുടങ്ങി. ദക്ഷ ഇടം കണ്ടിട്ട് ആദിത്യനെ നോക്കി. അവൻ എല്ലാവരെയും നോക്കി ഒരു വളഞ്ഞ ചിരി പാസാക്കി. അത് കണ്ട് ദക്ഷയ്ക്കും ചിരി വന്നു. മതി മതി, വർക്ക് തരാം. ചോദിച്ചതിന് ഉത്തരം പറ സാറേ. ആ, എന്റെ കല്യാണം കഴിഞ്ഞതാ. എല്ലാവരുടെയും സംശയം തീർന്നല്ലോ. ഇനി ബുക്ക് എടുക്കുക. ആദിത്യൻ ദക്ഷയൊന്ന് പാളി നോക്കി. അവളുടെ കണ്ണുകൾ പുസ്തകത്തിൽ തന്നെയായിരുന്നു. കുട്ടികൾക്ക് വർക്ക് കൊടുത്തിട്ട് ആദിത്യൻ ചെയറിലിരുന്നു. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. തുടരെ തുടരെയുള്ള ഫോണിന്റെ വൈബ്രേഷൻ കാരണം ദക്ഷ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി. ആദിത്യന്റെ മെസ്സേജുകളാണ്. അവൾ അവനെ നോക്കി. മെസ്സേജ് നോക്കുക എന്ന മട്ടിൽ ആദിത്യൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. അവൾ ചാറ്റ് ഓപ്പൺ ചെയ്തു. എന്താ നിന്റെ പ്രോബ്ലം? ഇന്നലെ എന്താ റിപ്ലൈ തരാഞ്ഞേ? നിന്റെ ജലദോഷം മാറിയോ? കഴിഞ്ഞ ദിവസം എന്തിനാ നേരത്തെ പോയെ? എന്താ നിന്റെ പ്രശ്നം? അവൾ അതെല്ലാം വായിച്ചതിന് ശേഷം ഫോൺ സൈലന്റ് ആക്കി ബാഗിൽ വെച്ചു. ആദിത്യന്റെ കണ്ണുകൾ രോക്ഷം കൊണ്ട് ജ്വലിച്ചു. അവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് തലങ്ങും വിലങ്ങും നടന്നു. ബെല്ലടിച്ചപ്പോൾ കുട്ടികളുടെ നന്ദി പറച്ചിൽ നിൽക്കാതെ അവൻ ബുക്കും എടുത്ത് വേഗത്തിൽ നടന്നു. ഇത്തവണ ദക്ഷ ജനാലയിലൂടെ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ ആദിത്യൻ നോക്കിയിരുന്നു. അവൻ പല്ലെറുമ്മിക്കൊണ്ട് വേഗത്തിൽ നടന്നുപോയി. വൈകിട്ട് ബസ് കാത്തു നിൽക്കുന്ന ദക്ഷയ്ക്കും അഖിലേക്കും മുന്നിലൂടെ ആദിത്യൻ അതിവേഗത്തിൽ കാർ ഓടിച്ചുപോയി. അഖിലേക്ക് രണ്ടുപേരുടെയും പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയെങ്കിലും ഒന്നും ചോദിച്ചില്ല. കാരണം അവൾ അവളുടെ പ്രതിശ്രുത പറഞ്ഞ മെസ്സേജ് അയക്കുന്ന തിരക്കിലായിരുന്നു. ആദിത്യന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ ദക്ഷയ്ക്ക് അയച്ച മെസ്സേജുകളെല്ലാം അൺസെൻഡ് ചെയ്തു. ദക്ഷ അത് ശ്രദ്ധിച്ചു. എന്നിട്ടും അവൾ പ്രതികരിച്ചില്ല. ഇരുവരും പരസ്പരം അവഗണിച്ച് വേദനിപ്പിച്ച് ആ രാത്രി തള്ളി നീക്കി. പിറ്റേ ദിവസം നിരുത്സാഹിയായി ക്ലാസ്സിലിരിക്കുന്ന ദക്ഷയ്ക്ക് മുമ്പിലേക്ക് തീർത്തും ഊർജ്ജസ്വലനായ ആദിത്യൻ കടന്നു വന്നു. അത് കണ്ട് ദക്ഷയും അഖിലയും അത്ഭുതപ്പെട്ടു. ആദിത്യൻ പുതിയ ചാപ്റ്റർ വളരെ രസകരമായി വിശദീകരിക്കാൻ തുടങ്ങി. കുട്ടികളെല്ലാം കുടുകുടെ ചിരിച്ചു. ഒരാൾ എനിക്ക് വലിയ ചിരിയൊന്നും വരുന്നില്ല എന്ന ഭാവം കഷ്ടപ്പെട്ട് മുഖത്ത് വരുത്തിയിരിപ്പാണ്.
എന്നാൽ ആ ഭാവം മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. ക്ലാസ്സിലെ മെറിൻ എന്ന പെൺകുട്ടിയുമായുള്ള ആദ്യത്തിന്റെ തമാശ പറച്ചിൽ ദക്ഷയ്ക്ക് ലേശം ദഹിച്ചില്ല. ഇവളെന്തീ കാണിക്കുന്നത്? എന്തൊരു കുഴയല. പോടി, നിനക്ക് കണ്ണുകടി. അയ്യ, അതിന് വേറെ ആളെ നോക്കണം. എല്ലാവർക്കും അന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു. കുട്ടികളൊക്കെ ഹാപ്പിയാക്കി ആദിത്യൻ തന്റെ പീരീഡ് പൂർത്തിയാക്കി ഇറങ്ങി. ദക്ഷ കണ്ണുകൾ കൊണ്ട് മെറിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഞ്ച് ബ്രേക്കിന് ക്യാൻറ്റീനിൽ വെച്ച് ദക്ഷ ഫോൺ എടുത്തു. ആദിത്യൻ എന്തോ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അവൾ അത് ഓപ്പൺ ചെയ്തു. ഉടൻ തന്നെ അവളുടെ വാ തുറന്നു. ആദിത്യന്റെയും മെറിന്റെയും സെൽഫിയാണ് കക്ഷി സ്റ്റോറി ഇട്ടിരിക്കുന്നത്. ഡേ, ഇത് നോക്ക്. ഇവളാ നമ്മുടെ വരാന്തയാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ അവൾ അങ്ങേരുടെ മുമ്പിൽ നിന്ന് കുഴയുവാന്ന്. എനിക്ക് തോന്നുന്നത് പുള്ളി നിന്നെ കാണിക്കാൻ ചെയ്യുന്നതാ. നീ മിണ്ടരുത്. എ ബ്ലൈൻഡ് ലീഡ്സ് അനദർ ബ്ലൈൻഡ് എന്ന് പറയുമ്പോഴാ നിന്റെ കാര്യം. ഞാൻ പ്രൂവ് ചെയ്തുതരാം. ആ സ്റ്റോറി ആണെങ്കിൽ ഇന്ന് കണ്ടോ, അവളെ മെൻഷൻ ചെയ്തിട്ടില്ല. അത് താഴോട്ട് വലിച്ച് ഹൈഡ് ആക്കിയതാണെങ്കിലോ? ശരി, ഫോളോവിങ് എടുക്കൂ, മ്യൂച്വൽ എടുക്കൂ. നോക്ക്, ആകെയുള്ളത് ഫിലിം സ്റ്റാർസോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ബ്ലൈൻഡ് ആയിരിക്കും, പക്ഷെ ഞാൻ ബ്ലൈൻഡ് അല്ല. എന്നാലും വേണമെങ്കിൽ തിന്നിട്ട് എണീറ്റ് പോകച്ചേ. ആദ്യം തമ്പുരാന്ന് പറഞ്ഞിട്ടായിരുന്നു, ഇപ്പൊ ഒരു ആദിത്യൻ സാർ. ദക്ഷ കൊച്ചു കുട്ടികളെ പോലെ അകലെയോട് പിണങ്ങിയിരുന്നു. വൈകിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ആദിത്യൻ കാറെടുത്ത് പോകുന്നതും മെറിന്റെ അടുത്ത് വണ്ടി നിർത്തുന്നതും ദക്ഷ കണ്ടു. അവൾ നടത്തു നിർത്തി അവരെ നോക്കി. ഉടൻ തന്നെ മെറിൻ ഫ്രണ്ട് ഡോർ തുറന്ന് അകത്ത് കയറി. ആദിത്യൻ അവളെയും കൊണ്ട് കോളേജ് കടന്നുപോയി. ദക്ഷയുടെ മുഖം ചുവന്നു. അഖില കൂടെ ഉണ്ടെന്ന് പോലും നോക്കാതെ അവൾ വേഗത്തിൽ നടന്നു. നീ എങ്ങോട്ടീ പോകുന്ന? ഞാനും ഉണ്ട്. അവർ നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ അവിടെ മെറിൻ ഉണ്ടായിരുന്നു. അയ്യേ, ഇവിടെ വരെ വരാനാണ് അവള് വലിയ കാര്യത്തിൽ ലിഫ്റ്റ് അടിച്ചേ. എന്നാൽ അതൊന്നും എരിഞ്ഞു പുകയുന്ന ദക്ഷയുടെ മനസ്സിൽ കുളിർപ്പാക്കിയില്ല. അവളിൽ ദേഷ്യവും സങ്കടവും എല്ലാം തിങ്ങി നിറഞ്ഞു. രാത്രി 9 മണി. വാട്ടർ ബില്ല് മേടിക്കാൻ ഓണർ ആദിത്യന്റെ വീട്ടിലുണ്ട്. ഇത് ഞാൻ അടച്ചോളും. കറണ്ട് ബില്ല് മാത്രം സാർ അടയ്ക്കണം. അത് കുഴപ്പമില്ല. എന്റെ ഇഷ്യൂ ഉണ്ടല്ലോ. അതാ കോളേജ് കഴിഞ്ഞിട്ടുള്ള 7th ക്ലാസ്സിലെ വലിയ വീടിന് തീ പിടിച്ചത്. എപ്പോ? ഇത്തിരി മുന്നേ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഇതെന്താ ഇപ്പോ? പരിഭ്രമം കൊണ്ട് ആദിത്യന് റോഡ് പോലും വ്യക്തമായിരുന്നില്ല. എങ്കിലും ഒരു വിധത്തിൽ അവൻ സ്ഥലത്തെത്തി. ആൾക്കാരും ഫയർഫോഴ്സും കൊണ്ട് അവിടെ നിറഞ്ഞിരുന്നു. ഒരു വശത്തു നിന്ന് കറുത്ത പുക ഉയരത്തിൽ പൊങ്ങുന്നുണ്ടായിരുന്നു. അവൻ കാർ പാർക്ക് ചെയ്ത് ആൾക്കൂട്ടത്തിനിടയിലൂടെ തപ്പിത്തടഞ്ഞോടി. അവൻ ആ ആഡംബര വസതിയുടെ ഗേറ്റിന് മുന്നിൽ ചെന്ന് നിന്നു. ഇപ്പോഴാണ് അവൻ ശ്വാസം നേരെ വീണത്. അപകടം സംഭവിച്ചിരിക്കുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. അവൻ ഫോണെടുത്ത് ദക്ഷയെ ഓഡിയോ കോൾ ചെയ്തു. പക്ഷെ അവൾ എടുത്തില്ല. പിന്നെയും പിന്നെയും വിളിച്ചു. ഒടുവിൽ സഹിക്കെട്ട് ദക്ഷ കോൾ എടുത്തു. എന്താ? അവൾ നല്ല ഉച്ചത്തിൽ ദേഷ്യത്തോടെ ചോദിച്ചു. എന്നാൽ മറുവശത്ത് ആദിത്യൻ വാക്കുകൾക്കായി ശ്വാസത്തോട് മല്ലിടുകയായിരുന്നു. ഹലോ? ഗേറ്റ് തുറക്ക്. എന്ത്? ഗേറ്റ് തുറക്കടി പുല്ലേ. ദക്ഷ ഒന്ന് ഞെട്ടി. ആദിത്യൻ തന്നെയാണ് വിളിച്ചത് എന്നവൾ ഉറപ്പുവരുത്തി. അവൾ ജനാലയുടെ കർട്ടൻ മാറ്റി നോക്കി. ആ ആൾക്കൂട്ടത്തിനും കോലാഹലങ്ങൾക്കുമിടയിൽ വിയർത്തൊഴുകി കിതപ്പ് മാറാതെ ആദിത്യൻ ഉരയിൽ ഇരു കൈയും വെച്ച് അവളെ നോക്കി നിൽപ്പാണ്. അവൾ വേഗം തന്നെ വന്ന് അവനായി ഗേറ്റ് തുറന്നു കൊടുത്തു. അവൻ സാവധാനത്തിൽ അകത്ത് കയറി. ദക്ഷ ഗേറ്റ് ലോക്ക് ചെയ്ത് അവന്റെ പുറകിലായി നടന്നു. അവൻ നേരെ പോയത് വാഷ് ബേസിന്റെ അടുത്തേക്കാണ്. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. അവൾ ഒരു കുടം ഉമിനീർ ഇറക്കി വിട്ടു. അവന്റെ നോട്ടത്തിന്റെ ചൂട് അവൾക്ക് നേരിടാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ നെഞ്ചിരിപ്പിന്റെ താളം തകിടം മറഞ്ഞു. എന്താ നിന്റെ ഇഷ്യൂ? എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോ? നീ കഴിഞ്ഞ ദിവസം എന്തിനാ നേരത്തെ പോയെ? തലവേദന കാരണം. എന്നിട്ട് എന്നോട് എന്താ പറയാത്തെ? ഞാൻ എന്തിനു പറയണം? ഞാൻ നിന്റെ ക്ലാസ് ടീച്ചറാണ്. നീ എന്റെ പെർമിഷൻ മേടിക്കണമായിരുന്നു. ഇത് പറയാൻ ഈ രാത്രി ഇവിടെ വരെ ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നു. ആദിത്യൻ അവളെ നോക്കി പല്ലിറുങ്ങി. അവൾ ആദിത്യനിൽ നിന്ന് കണ്ണെടുത്ത് ഷെൽഫിലെ ബുക്കിൽ വിരലൊടിച്ചു. നീ ഇന്നലത്തെ ലീവ് എന്റെ അടുത്ത് പറഞ്ഞോ? ഞാൻ അഖിലയോട് പറഞ്ഞിരുന്നു. അവളാണോ നിന്റെ ക്ലാസ് ടീച്ചർ? ആദിത്യന്റെ ഉച്ചയിടലും ദേഷ്യവും ദക്ഷയ്ക്ക് തീരെ പിടിച്ചില്ല. അവൾ യാതൊരു കൂസലുമില്ലാതെ അവരെ നോക്കി നിന്നു. ദക്ഷ, ഉള്ളതുപോലെ പറയാം. നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എന്ത് ദേഷ്യം? എന്റെ പെരുമാറ്റം നിനക്ക് ബോറായി തോന്നിയോ? അതോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നത് എന്റെ സൈഡിൽ നിന്ന്? അന്നത്തെ ലൈബ്രറി ഇഷ്യൂ ആണോ? അതിന് എനിക്ക് ദേഷ്യമുണ്ടെന്ന് ആര് പറഞ്ഞു? നീ പിന്നെ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്തേ? ഞാനോ? എപ്പോ? അന്ന് ഫസ്റ്റ് ടൈം മെസ്സേജ് ചെയ്തപ്പോ നീ താല്പര്യമില്ലാത്ത പോലെ സംസാരിച്ചത് എന്തിനാ? ഞാൻ ബുക്ക് സ്റ്റാളിൽ നിന്ന് നിന്റെ കൈയുടെ മേലെ എന്റെ കൈ വെച്ചോണ്ടാണോ? അവന്റെ സ്വരം താഴ്ന്നു തുടങ്ങി. കണ്ണുകളിലെ ക്രോധത്തിന്റെ ചുവപ്പിന് ഈറൻ കാരണം തെളിച്ചം കുറഞ്ഞു. അവളത് ശ്രദ്ധിച്ചു.
അതുകൊണ്ട് അവളും സ്വരം താഴ്ത്തി പറഞ്ഞു, ഞാനല്ലല്ലോ, സാറല്ല അവോയ്ഡ് ചെയ്തേ. പിറ്റേന്ന് എന്നെ ഒന്ന് നോക്കിയത് പോലെയല്ലോ. ഞാൻ സ്റ്റാഫ് റൂമിൽ വന്നിട്ടും മൈൻഡാക്കിയില്ല. അത് ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചപ്പോ നീ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ റിപ്ലൈ തന്നപ്പോ ഞാൻ കരുതി നിനക്ക് ഞാൻ നിന്റെ ID തപ്പിപ്പിടിച്ചതും മെസ്സേജ് അയച്ചതും ഒന്നും ഇഷ്ടമായില്ല. അത് കേട്ട് ദക്ഷയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. അവൾ ആദ്യത്തിനെ ചീത്ത വിളിക്കുമ്പോൾ മറുപടി പറഞ്ഞു, ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യോ, തിരിച്ച് ഫോളോ ചെയ്യോ? താനല്ലേ പിറ്റേന്ന് എന്നെ അവോയ്ഡ് ചെയ്തേ? ആ പീരീഡ് മൊത്തം ഞാൻ എന്നെ ഒന്ന് നോക്കാൻ വേണ്ടി എന്തോരം പ്രാർത്ഥിച്ചെന്നോ. സ്റ്റാഫ് റൂമിൽ വന്നപ്പോൾ എന്നെ നോക്കിയില്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോയെ. അത് പറഞ്ഞു മുഴുമിപ്പിച്ചപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ട ആദിത്യന്റെ ഉള്ളു പിടഞ്ഞു. അവൻ ഒരടി കൂടെ അവൾക്ക് മുന്നിലോട്ട് നീങ്ങി. അവൾ തല കുമ്പിട്ട് നിന്ന് അവളുടെ അസ്ത്രക്കളെ നിലത്തോട്ട് ആനയിച്ചു. അതുകൊണ്ടാണോ നീ പോയത്? അതിനുത്തരം തോരാത്ത കണ്ണീർ പേമാരിയായിരുന്നു. അവൾ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. ദക്ഷ, എന്റെ മുമ്പെന്ന് ആ മെറിനോടൊക്കെ കൊഞ്ചി കുഴയായിരുന്നില്ലേ? എനിക്കെത്ര സങ്കടമായിന്നറിയോ? അത് ഞാൻ നിന്നെ ഇളക്കാൻ വേണ്ടി ചെയ്തതല്ലേ. എന്തിന്? നിനക്കതൊന്നും ഇഷ്ടമല്ലാന്ന് അറിയാവുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്കിഷ്ടല്ലെന്ന്. പറഞ്ഞല്ലോ. എപ്പോ? അന്ന് ബുക്ക് എടുക്കാൻ പോയപ്പോഴേ ഞാൻ മനസ്സിലാക്കിയതല്ലേ താനൊരു കുശുംബിയാണെന്ന്. ദക്ഷ അപ്പോഴാണ് ആദിത്യന്റെ പഴയ പ്രണയത്തെ കുറിച്ച് പറഞ്ഞതോർത്തത്. ഞാൻ വിചാരിച്ചു ഇവിടെയാണ് തീ പിടിച്ചതെന്ന്. അതുകൊണ്ടാണോ വന്നേ? ആര് പറഞ്ഞു? വീടിന്റെ ഓണർ. പുള്ളിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നതാ. നീ എന്റെ കൂടെ വാ. എങ്ങോട്ട്? എന്റെ വീട്ടിലോട്ട്. എന്തിന്? നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. ഇന്ന് സംഭവിച്ചത് ഇവിടെ ആയിരുന്നെങ്കിലോ? അങ്ങനെ ഇവിടെ സംഭവിക്കണമെന്നില്ലല്ലോ. വേണ്ട, നീ അവരെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് നിന്നാ മതി. ഇല്ല, ഞാൻ വരില്ല. അതെന്താ? അങ്ങനെ വന്ന് നിൽക്കാൻ മാത്രമുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. അപ്പോ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല? നിങ്ങൾ എന്റെ സാറാണ്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളെങ്കിൽ പിന്നെ നീ എന്തിനാ ഞാൻ അവോയ്ഡ് ചെയ്തപ്പോ സങ്കടപ്പെട്ടെ? ദക്ഷ അവളുടെ കണ്ണുകളെ ഇറക്കി അടച്ചു. എന്തിനാ ഞാൻ മൈൻഡാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചേ? എന്തിനാ എന്നെ കാണാൻ സ്റ്റാഫ് റൂമിൽ വന്നേ? ഞാൻ മിണ്ടാത്തത് കാരണം കോളേജിൽ നിന്ന് പോയേ? നീ ഏത് ടീച്ചർ മിണ്ടിയില്ലെങ്കിലും അങ്ങനെ സങ്കടപ്പെടാറുണ്ടോ? എങ്കിലും ഓക്കെ, നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല. എല്ലാ ടീച്ചേഴ്സിനെയും പോലെ തന്നെ ഞാനും. പക്ഷെ എനിക്ക് നീ ബാക്കി സ്റ്റുഡൻസിനെ പോലെ അല്ല ദക്ഷ. ഞാൻ എന്റെ എല്ലാ സ്റ്റുഡൻസിന്റെയും ID തപ്പി കണ്ടുപിടിച്ചിട്ടില്ല. അവർക്ക് റിക്വസ്റ്റ് ഇട്ടിട്ടില്ല, മെസ്സേജ് അയച്ചിട്ടില്ല, അവർ അവോയ്ഡ് ചെയ്യുമ്പോൾ സങ്കടം തോന്നിയിട്ടില്ല, അവരെ കുശുമ്പ് കയറ്റാൻ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ടില്ല, ആരുടെയും വീട് തേടി രാത്രി പോയിട്ടുമില്ല. എല്ലാം തോന്നിയതും ചെയ്തതും നിന്നോട് മാത്രം, നിന്റെ അടുത്ത് മാത്രം. അതെന്തിനാന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല പെണ്ണെ? അവൻ നിറമിഴികളോടെ ചോദിച്ചു. മറുപടി ഒരു പൊട്ടിക്കരച്ചിൽ മാത്രമായിരുന്നു. അവൻ ഇനിയും കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അവൻ അവർക്കിടയിലെ ദൂരം ഇല്ലാതാക്കി. കുനിച്ചു വെച്ചിരിക്കുന്ന അവളുടെ മുഖം ഒരു വിരല കൊണ്ട് ഉയർത്തി. എന്നാൽ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയില്ല. അവന്റെ ഇരു കൈകളും അവളുടെ ഇരു കവിളുകളിൽ സ്ഥാനം പിടിച്ചു. അവൻ തള്ളവിരല കൊണ്ട് അവളുടെ കണ്ണീർ ചാലുകൾ തുടച്ചു. അവൾ നിശബ്ദയായി. അവൻ പതിയെ അവന്റെ നെറ്റി അവളുടെ നെറ്റിയിൽ ചേർത്ത് വെച്ചു. അവന്റെ നേർത്ത മൂക്ക് അവളുടെ മൂക്കിനെ ഉരസിക്കൊണ്ടിരുന്നു. അവൾ ഒന്ന് പുഞ്ചിരിച്ചു. അതവൻ അറിഞ്ഞതിനാലാവാം അവനും ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം തല ഉയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ വെളുപ്പാൻ കാലത്തെ മഞ്ഞു പതിച്ച പനിനീർ തളം കണക്കി കാണപ്പെട്ടു. അവൻ അവളുടെ കവളുകളിൽ നിന്നും അവന്റെ കൈ സാവധാനത്തിൽ താഴേക്കിറക്കി അവളുടെ പിൻകഴുത്തിലോട്ടായി സ്ഥാപിച്ചു. അത് അവളുടെ മേലാസകലം കുളിർക്കോരിയിട്ടു. അവന്റെ മുഖം അവളുടെ ചുണ്ടോളം താഴ്ന്നുകൊണ്ടിരിക്കുന്നത് അവൾ മനസ്സിലാക്കി. അവൾ മെല്ലെ കണ്ണുകൾ അടച്ചു. അവളുടെ മൗനാനുവാദം സ്വീകരിച്ച് അവൻ അവളുടെ ചായം പുരട്ടാത്ത ചുണ്ടുകളെ ഭക്ഷിക്കുവാൻ തുടങ്ങി. അവന്റെ പല്ലു കൊള്ളുന്ന ഓരോ വേളയിലും അവൾ വേദന കൊണ്ട് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. അത് കേട്ട് അവൻ അവളെ ചുംബിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങി. അത് അവളെ ദുഃഖിതയാക്കി. കാരണം ആ നോവിനൊരു പ്രത്യേക തരം അനുഭൂതി ഉണ്ടായിരുന്നു. അവൻ അവളുടെ പിൻകഴുത്തിൽ നിന്ന് കൈയെടുക്കാതെ അവളെ നോക്കി. അവൻ വീണ്ടും ഒരു മൗനാനുവാദത്തിനായി കാത്തു നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ കുരഞ്ഞു. അവളുടെ ചുണ്ടുകൾ ചെറുതായി വിടർത്തി. അവ അവകാശപ്പെടാൻ അവനെ ക്ഷണിച്ചു. അവൻ മടിച്ചില്ല. വിശപ്പോടെ അവന്റെ വായ അവളുടെ ചുണ്ടിലേക്ക് ഇറങ്ങി. അത് അവളെ ശ്വാസം മുട്ടിച്ചു. അവരുടെ ചുണ്ടുകൾ അഭിനിവേശത്തിന്റെ കൊടുമുടിയിൽ ചെന്നെത്തി. ചുറ്റുമുള്ള ലോകവും ആൾക്കാരും കോലാഹലങ്ങളും
അവരുടെ ചുംബനത്തിൽ അലിഞ്ഞില്ലാതായി. അവന്റെ നാവ് അവളുടെ നാവിനെ കരസ്ഥമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അതൊരു അനുസരണമുള്ള പക്ഷി കണക്കെ അവന് പിടികൊടുത്തു. അത്രമേൽ മതിച്ചൊരിയുന്ന ഫലം എന്നോണം അവൻ അവളുടെ നാവിന്റെ പഴച്ചാറിനെ ആർത്തിയോടെ വലിച്ചു കുടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വേദനയെടുത്ത് അവൾ പുളയുന്നത് കണ്ട് അവൻ അവളുടെ നാവിനെ സ്വതന്ത്രയാക്കി. ചുംബനം ആഴത്തിലായി. ഓരോ നിമിഷം കഴിയും തോറും കൂടുതൽ തീവ്രമായി. ചുംബനത്തിൽ അവൾക്ക് സ്വയം നഷ്ടപ്പെട്ടതായി തോന്നി. അവന്റെ ചുണ്ടുകളുടെയും നാവിന്റെയും ശ്വാസത്തിന്റെയും സംവേദനത്തിൽ അവളുടെ ഇന്ദ്രിയങ്ങൾ തളർന്നുപോയി. സമയം നിലച്ചതുപോലെയായിരുന്നു. നിലവിലുള്ളതെല്ലാം അവർ രണ്ടുപേരും ഈ വികാരഭരിതവും എല്ലാം ധരിപ്പിക്കുന്നതുമായ ചുംബനത്തിൽ മറന്നുപോയി. അവന്റെ കൈകൾ അവളുടെ അരക്കെട്ടിനെയും പുറത്തെയും ചുറ്റിപ്പിടിച്ചു. അവളെ കൂടുതൽ വലിച്ചടിപ്പിച്ചു. അവൾ ഇരു കൈകളിലെ നഖവും അവന്റെ വിശാലമായ പുറംഭാഗത്ത് കുത്തിയിറക്കി. അവന്റെ ചുംബനത്തിന്റെ വേഗത കൂടുന്തോറും അവൾ അവന്റെ ഷർട്ടിലെ പിടിമുറുക്കി. അവരുടെ ശരീരം പരസ്പരം അമർന്നു. അവർക്കിടയിലുള്ള ചൂട് അസഹനീയമായിരുന്നു. അവന്റെ ഹൃദയം അവളുടെ നെഞ്ചിൽ മിടിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. ആ ചുംബനം എന്നേക്കുമായി നീണ്ടു നിന്നതായി തോന്നി. പക്ഷെ വളരെ പെട്ടെന്ന് അത് അവസാനിച്ചു. അവർ വേർപിരിഞ്ഞു. വായുവിനായി ശ്വസിച്ചു. അവരുടെ കണ്ണുകൾ പരസ്പരം ഉറ്റുനോക്കി. അവൾ വാടി തളർന്നു പോയിരുന്നു. കാലുകൾക്ക് ബലഹീനത അനുഭവപ്പെട്ടപ്പോൾ അവൾ സമീപത്തെ ടേബിളിൽ ചാരി നിന്നു. അവൾ വീഴാൻ പോവുകയാണെന്ന് കരുതി അവൻ അവളുടെ അരക്കെട്ടിനെ ഒരു കൈകൊണ്ട് തടവിലാക്കി. അത് അവളുടെ നട്ടലിലൂടെ മഞ്ഞുമഴ പെയ്യിച്ചു. ഇരുവരും ഇപ്പോഴും കിതയ്ക്കുകയാണ്. അത് കണ്ട് ഇരുവർക്കും ചിരി വന്നു. അവർ പൊട്ടിച്ചിരിച്ചു. ആദിത്യൻ അവളെ തന്റെ മാറോട് ചേർത്തു. അവൾ ആ മാറിൽ സ്വയം മറന്ന് പറ്റിക്കിടന്നു. അവന്റെ അരക്കെട്ടിനെ ചുറ്റിപ്പിടിച്ചു. അവൻ ഇരു കൈകളും കൊണ്ട് അവളുടെ തലമുടിയിലൂടെ വിരലൊളിക്കുകയും അലസമായി കിടക്കുന്ന മുടിയിഴകൾ ഒതുക്കി വെക്കുകയുമാണ്. ദക്ഷ കണ്ണുകളടച്ച് അവന്റെ ചൂടിൽ സുഖമായി വിശ്രമിക്കുകയാണ്. അവൻ അവളെ തന്റെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റാതെ തന്നെ അവളുടെ മുടിയിഴകളിൽ അളിച്ചുകൊണ്ട് പറഞ്ഞു, ദക്ഷ, നീ ഇവിടെ നിൽക്കണ്ട. അത് ശരിയാവില്ല. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചേച്ചി പറഞ്ഞ അമ്മ അറിയും ഞാനിവിടെ ഇല്ലെന്ന്. എനിക്ക് നിന്നിവിടെ ഒറ്റയ്ക്ക് നിർത്തി പോവാൻ ധൈര്യമില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം, താൻ പേടിക്കണ്ട. ഞാൻ പേടിക്കും. ഞാൻ അവിടെ വന്ന് നിന്നാ വേറെ ആരെങ്കിലും കണ്ടാലോ? അതിന് നീ എന്റെ ഭാര്യയല്ലേ? ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? പിന്നെന്താ, എന്ത് വേണേലും ചോദിച്ചോ. അന്നെന്തിനാ എന്നെ ചൂസ് ചെയ്തേ? ഭാര്യയെ അഭിനയിക്കാൻ. വേറെ ആരെയും വിളിക്കാൻ തോന്നിയില്ല. അതെന്താ അങ്ങനെ? എടി,